ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികളിൽ രാഷ്ട്രീയ ഭൂപടം മാറുന്നതും വ്യോമയാന മേഖലയിൽ ഫ്രാൻസുമായി കൈകോർത്ത് ഇന്ത്യ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതും പശ്ചിമേഷ്യയിലെ ഹോർമുസ് കടലിടുക്കിലും വെസ്റ്റ് ബാങ്കിലും രൂപപ്പെടുന്ന സങ്കീർണമായ തന്ത്രങ്ങളും കൂട്ടിമുട്ടുമ്പോൾ ലോകം ഒരു മഹാമാറ്റത്തിന്റെ വക്കിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വശത്ത് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ വരവും മുഹമ്മദ് യൂനുസിന്റെ വിവാദ പ്രസ്താവനകളും ഇന്ത്യയുടെ സുരക്ഷാ മുൻഗണനകളെ മാറ്റിമറിക്കുമ്പോൾ മറുവശത്ത് എവറസ്റ്റ് കൊടുമുടിയിൽ പോലും പറന്നിറങ്ങാൻ ശേഷിയുള്ള H-125 ഹെലികോപ്റ്ററുകൾ സ്വന്തം മണ്ണിൽ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യ ആഗോള ഉൽപാദന കേന്ദ്രമായി മാറുകയാണ്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ സൈനികാഭ്യാസങ്ങളും വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ ഭൂമി പിടിച്ചെടുക്കൽ നടപടികളും ആഗോള ഊർജ്ജ രാഷ്ട്രീയ ഭദ്രതയ്ക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഭൗമരാഷ്ട്രീയത്തിലെ ഈ കരുനീക്കങ്ങൾ കേവലം വാർത്തകളല്ല, മറിച്ച് വരും പതിറ്റാണ്ടുകളിൽ ലോകം എങ്ങനെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ചുവടുവയ്പ്പുകളാണ്. നോക്കാം ഓരോന്നും. വെൽക്കം ടു ലൂക്ക. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികളിൽ നിന്നും വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. 17 വർഷത്തെ നീണ്ട പ്രവാസത്തിന് ശേഷം താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ അധികാര കസേരയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് വെറും ഒരു ഭരണമാറ്റമല്ല, ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന ഒന്നാണ്. ദശകങ്ങൾ നീണ്ട പകയുടെയും രാഷ്ട്രീയ അസ്ഥിരതയുടെയും സാമ്പത്തിക തകർച്ചയുടെയും ചാരത്തിൽ നിന്ന് ഒരു പുതിയ ദേശം കെട്ടിപ്പടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ കാര്യങ്ങൾ ഒരു ആക്ഷൻ സിനിമ പോലെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നീണ്ട 17 വർഷത്തെ നാടുകടത്തലിന് ശേഷം ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിലെ ഈ പൊതു തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. പക്ഷേ താരിഖ് റഹ്മാന്റെ മുന്നിലുള്ളത് പൂമത്തെയല്ല, മറിച്ചൊരു വലിയ ക്രൗൺ ഓഫ് തോൺസ് അഥവാ മുൾക്കിരീടമാണുള്ളത്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇന്ത്യയെ ഇത്രയധികം ആശങ്കപ്പെടുത്തുന്നത്? സിലിഗുരിയുടെ നാഴി അഥവാ നമ്മുടെ ചിക്കൻസ് നെക്ക് സുരക്ഷിതമാണോ? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ബംഗ്ലാദേശിന്റെ ഇന്നത്തെ അവസ്ഥയൊന്ന് നോക്കാം. റഹ്മാൻ അധികാരമേൽക്കുമ്പോൾ രാജ്യം സാമ്പത്തികമായൊരു ഡീപ് ക്രൈസിസിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കഴിഞ്ഞ ജനുവരിയിലെ കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പം 8.58%. സാധാരണക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. സാധനങ്ങളുടെ വില ആകാശത്തോളമാണ്. അതിലും ഭീകരമാണ് തൊഴിലില്ലായ്മ. ഏകദേശം 27 ലക്ഷം യുവാക്കൾ ജോലിയില്ലാതെ അലയുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും വലിയ യൂണിവേഴ്സിറ്റി ഡിഗ്രികൾ ഉള്ളവരാണ്. ബംഗ്ലാദേശിന്റെ അഭിമാനമായ വസ്ത്രനിർമ്മാണ മേഖല ആകെ ഉലയുകയാണ്. ലോകത്തെ രണ്ടാമത്തെ വലിയ വസ്ത്ര കയറ്റുമതിക്കാരായ അവർക്ക് നിക്ഷേപകരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസ്യത തിരികെ പിടിക്കുക എന്നത് വലിയ ടാസ്ക് ആയിരിക്കും. $10 ബില്യൺ പാക്കേജ് ഒക്കെ റഹ്മാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഖജനാവ് കാലിയാണ്. ഈ പണം എവിടെ നിന്ന് വരും എന്നത് വലിയൊരു ചോദ്യചിഹ്നവുമാണ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം, ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. ഡൽഹിയിലെ സൗത്ത് ബ്ലോക്ക് ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. കാരണം പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലൂടെ കടന്നു പോകുന്ന ചിക്കൻസ് നെക്ക് ഇടനാഴി വെറും 20 മുതൽ 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഒരു ഭൂപ്രദേശം വഴിയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏകബന്ധം എന്ന് പറയുന്നത്. മുൻപ് 2001-2006 കാലത്ത് BNP ഭരണത്തിലിരുന്നപ്പോൾ ഇന്ത്യൻ വിഘടനവാദികൾക്ക് ബംഗ്ലാദേശിൽ വലിയ തോതിൽ സേഫ് ഹാവൻസ് ലഭിച്ചിരുന്നു. ഷെയ്ഖ് ഹസീന വന്നതോടെയാണ് അവയെല്ലാം അടിച്ചമർത്തപ്പെട്ടത്. ഇപ്പോൾ താരിഖ് റഹ്മാൻ വരുമ്പോൾ പഴയ ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ഇന്ത്യ പേടിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശിൽ പിടിമുറുക്കാൻ നോക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇത് ഹൈ അലേർട്ട് ഉള്ള ഒരു സമയമാണ്. ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ മാറ്റം വെറും ഒരു അതിർത്തി തർക്കമല്ല. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെയും സാമ്പത്തിക താൽപര്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഭീകരവാദവും അതുപോലെ വിഘടനവാദവും. BNP സർക്കാരിന്റെ കാലത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക്, ഉദാഹരണത്തിന് ULFA പോലുള്ളവർക്ക് ബംഗ്ലാദേശിൽ വലിയ സഹായം ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം വീണ്ടും ഉണ്ടായാൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ അല്ലെങ്കിൽ ആഭ്യന്തര സമാധാനം തകരും. ഇനി ന്യൂനപക്ഷ സുരക്ഷയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പുതിയ സർക്കാർ ഇവരെ സംരക്ഷിക്കുമോ എന്നത് കണ്ടറിയണം. ഇനിയുള്ളത് അഭയാർത്ഥി പ്രവാഹമാണ്. രാജ്യത്തെ സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടലോ കാരണം അതിർത്തി കടന്നുള്ള കുടിയേറ്റം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് പശ്ചിമ ബംഗാളിലെയും അസമിലെയും ജനസംഖ്യാ ഘടനയെ ബാധിക്കും. അതുപോലെ തന്നെയാണ് ചൈനീസ് സ്വാധീനം വരുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് BRI വഴി ബംഗ്ലാദേശ് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്ക ഡൽഹിക്കുണ്ട്. പ്രത്യേകിച്ച് തുറമുഖങ്ങളിലും സൈനിക മേഖലയിലുമുള്ള ചൈനീസ് നിക്ഷേപം. ഇനി മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ജലമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 54 നദികൾ പങ്കിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഗംഗാജല കരാറാണ്. 1996 ഒപ്പിട്ട ഈ ഒരു കരാർ വരുന്ന ഡിസംബർ 2026 അവസാനിക്കുകയാണ്. തീസ്ത നദീജല കരാർ പണ്ടേ തർക്കത്തിലാണ്. വെള്ളമില്ലെങ്കിൽ ബംഗ്ലാദേശിലെ കർഷകർ പ്രതിസന്ധിയിലാകും.
താരിഖ് റഹ്മാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് എടുക്കുമെന്നത് ഇന്ത്യയുമായുള്ള ബന്ധം തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. താരിഖ് റഹ്മാന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളുടെ അമിതമായ പ്രതീക്ഷകളാണ്. 2024 പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ യുവാക്കൾ മാറ്റത്തിനായി ദാഹിക്കുകയാണ്. ഏകാധിപത്യ പ്രവണതകളിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള മാറ്റം സുഗമമാക്കാൻ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. അതേസമയം തന്നെ തകർന്നുപോയ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുകയും വേണം. ഇന്ത്യ റഹ്മാന്റെ വിജയത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ ഇനിയും സമയമെടുക്കും. മുൻകാലങ്ങളിലെ കൈപ്പേറിയ അനുഭവങ്ങൾ മറന്ന് സാമ്പത്തിക താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു വിദേശ നയം സ്വീകരിക്കാൻ റഹ്മാൻ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ താരിഖ് റഹ്മാന് മുന്നിൽ വെല്ലുവിളികളുടെ ഒരു വലിയ മല തന്നെയുണ്ട്. ഒരു വശത്ത് തകർന്നുപോയ സമ്പദ് വ്യവസ്ഥ, മറുവശത്ത് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം. ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോഴും അയൽപക്കത്തെ സൗഹൃദം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇന്ത്യൻ പ്രതിനിധിയായി ഓം ബിർള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് മൂവ് ആയിട്ട് തന്നെ കാണാം. ഹസീനയെ കൈവിട്ടെങ്കിലും ബംഗ്ലാദേശിനെ നമുക്ക് കൈവിടാൻ കഴിയില്ല. താരിഖ് റഹ്മാൻ പ്രായോഗിക രാഷ്ട്രീയം കളിക്കുമോ അതോ പഴയ പകപോക്കലിലേക്ക് പോകുമോ എന്ന് നമുക്ക് വരും മാസങ്ങളിൽ അറിയാൻ പറ്റും. ഇന്ത്യയുടെ ആകാശസീമകളിൽ പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. വെറുമൊരു ഹെലികോപ്റ്റർ നിർമ്മാണത്തിനും അപ്പുറം ലോകശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിൽ പോലും പറന്നിറങ്ങാൻ ശേഷിയുള്ള കരുത്തൻ ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ മുദ്രയോടെ പറക്കും. 2026 ഫെബ്രുവരി 17 ഇന്ത്യ ഒരു വലിയ ചുവടുവയ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ സുവർണ അധ്യായത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മുംബൈയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും നടത്തിയ കൂടിക്കാഴ്ച വെറും ഒരു ഡിപ്ലോമാറ്റിക് വിസിറ്റ് ആയിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിന്റെ നെറുകയിൽ പോലും പറന്നിറങ്ങാൻ ശേഷിയുള്ള കരുത്തൻ H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള വിപ്ലവകരമായ തീരുമാനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ മുദ്രയോടെ H-125 ഹെലികോപ്റ്ററുകൾ പറക്കും. കർണാടകയിലെ വേമഗലിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ FAL പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് മാക്രോണും ചേർന്ന് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഈ കരാറിന്റെ പ്രത്യേകത? ഇത് ഇന്ത്യയെ എങ്ങനെ സഹായിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായി ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത നോക്കാം. ലോകത്തിലെ ഏകദേശം എല്ലാ കൊടുമുടികൾക്കും മുകളിലൂടെ പറക്കാൻ ഇതിന് സാധിക്കും. 2025 എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത ഏക ഹെലികോപ്റ്റർ എന്ന ഖ്യാതി ഇതിനുണ്ട്. അതിശക്തമായ കാറ്റും വായുമർദ്ദം കുറഞ്ഞ ഹിമാലയൻ മേഖലകളിലും സുഗമമായി പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ വൈവിധ്യം കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വടക്കൻ അതിർത്തികളിലെ ദുർഘടമായ മലനിരകളിൽ ഇത്തരം വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും സാന്നിധ്യം രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകും. സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഇത്രയും ഉയരത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ എഞ്ചിൻ കരുത്തും എയറോഡൈനാമിക്സ് സവിശേഷതകളും സമന്വയിപ്പിച്ചാണ് എയർബേസ് ഈ ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലഡാക്കിലെയും അരുണാചലിലെയും അതിർത്തികളിൽ സൈനിക നീക്കങ്ങൾക്കും രക്ഷാപ്രവർത്തനത്തിനും ഇതിലും മികച്ചൊരു മെഷീൻ വേറെയില്ല. ഇത്രയും കാലം നമ്മൾ ഇത് ഇറക്കുമതി ചെയ്യുകയായിരുന്നു, എന്നാൽ ഇനി ഇത് ഇന്ത്യയുടെ മണ്ണിൽ നിർമ്മിക്കപ്പെടും. മുംബൈയിൽ വെച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലേക്ക് ഉയർത്തിയത് പ്രതിരോധം, സാങ്കേതികവിദ്യ, നവീകരണം തുടങ്ങിയ മേഖലകളിൽ പുതിയ വിപ്ലവത്തിന് തുടക്കമിടുന്നു. കർണാടകയിലെ ടാറ്റ എയർബേസ് ഫെസിലിറ്റിയിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ഹെലികോപ്റ്ററുകൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നതോടൊപ്പം ആഗോള വിപണിയിലേക്ക് ഇന്ത്യയെ ഒരു പ്രധാന കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യും. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കപ്പെടുന്ന ആദ്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈനാണ്. 2027 ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ഹെലികോപ്റ്റർ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. പ്രതിവർഷം 10 ഹെലികോപ്റ്ററുകൾ എന്ന നിരക്കിൽ ആരംഭിച്ച് വരും വർഷങ്ങളിൽ 500 എണ്ണം വരെ നിർമ്മിക്കാനാണ് ലക്ഷ്യം. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ഇന്ത്യയെ സഹായിക്കും. അതായത് ഇന്ത്യ ഇനി ലോകത്തിന്റെ ഹെലികോപ്റ്റർ ഹബ്ബായി മാറാൻ പോവുകയാണ്. ഈ കരാർ ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങൾ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് തൊഴിലവസരങ്ങൾ. ആയിരക്കണക്കിന് യുവാക്കൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കും. ഏവിയേഷൻ മേഖലയിൽ വലിയൊരു സ്കിൽ ഡെവലപ്മെന്റ് ഇതിലൂടെ സംഭവിക്കും. ഇനി രണ്ടാമത്തത് മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയമാണ്. വിദേശ വിമാന നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങുന്നത് നമ്മുടെ സാങ്കേതിക വളർച്ചയുടെ തെളിവാണ്. മൂന്നാമത്തേത് പ്രതിരോധ സുരക്ഷ. H-125ന്റെ മിലിറ്ററി വേരിയന്റ് ആയ H-125M കൂടി ഇവിടെ നിർമ്മിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ ഇരട്ടിയാകും. ഇനി നാലാമത്തേത് സാമ്പത്തിക ലാഭമാണ്. ഇറക്കുമതി കുറയുന്നതിലൂടെ കോടിക്കണക്കിന് വിദേശ നാണ്യം ലാഭിക്കാം. വിദേശ നാണ്യ ലാഭത്തിന് പുറമെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ബ്രാൻഡ് മൂല്യം വർദ്ധിക്കുകയും ചെയ്യും. ഭൗമരാഷ്ട്രീയമായി നോക്കിയാൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഫ്രാൻസ് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായി മാറിക്കഴിഞ്ഞു.
അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ബാലൻസ് നിലനിർത്താൻ ഫ്രാൻസുമായുള്ള ഈ പ്രത്യേക തന്ത്രപ്രധാനമായ പങ്കാളിത്തം ഇന്ത്യയെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ആഗോള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത്തരം സ്ട്രോങ് കൂട്ടുകെട്ടുകൾ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. ചരിത്രപരമായ പശ്ചാത്തലത്തിലും ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികർ യൂറോപ്പിലേക്ക് കപ്പലിറങ്ങിയ ഫ്രഞ്ച് തുറമുഖ നഗരമായ മാർസേയെക്കുറിച്ച് പ്രധാനമന്ത്രി അനുസ്മരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. വീര സവർക്കറെ പോലെയുള്ള വിപ്ലവകാരികളുടെ പോരാട്ട ചരിത്രവുമായും ഫ്രാൻസിന് ബന്ധമുണ്ട്. ഈ ചരിത്രപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആധുനിക കാലത്തെ സാങ്കേതിക വിപ്ലവത്തിലേക്ക് ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വെച്ച് മാക്രോണിന് ലഭിച്ച സ്വീകരണം ഈ ബന്ധത്തിന്റെ പ്രതീകാത്മകമായ ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒപ്പുവെച്ച ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഫ്രാൻസ് വഹിച്ച പങ്ക് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കുതിച്ചുചാട്ടം സമ്മാനിക്കും. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിലും നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു ആഗോള ക്രമത്തിനു വേണ്ടിയും ഇരു രാജ്യങ്ങളും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വെറുമൊരു സൗഹൃദമല്ല. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. റഫാൽ മുതൽ ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ വരെ നീളുന്ന ബന്ധം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ഡിജിറ്റൽ സയൻസ് തുടങ്ങി മേഖലകളിലും പുതിയ വിപ്ലവത്തിന് ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുന്നു. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വെച്ച് മോദിയും മാക്രോണും ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമാണ്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഇനി ആരുടെയും പിന്നിലല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചിരിക്കുകയാണ്. ഹിമാലയൻ അതിർത്തികളിലെ നമ്മുടെ ജവാന്മാർക്കും ദുരന്ത നിവാരണ സേനയ്ക്കും ഈ ഹെലികോപ്റ്ററുകൾ വലിയ കരുത്താകും. ആത്മനിർഭർ ഭാരത് വെറും ഒരു മുദ്രാവാക്യമല്ലെന്ന് ഈ കരാർ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ടൈം ബോംബ് പൊട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ അധികാര കൈമാറ്റം നടക്കുമ്പോൾ കേവലം ഒരു പ്രധാനമന്ത്രിയല്ല മാറുന്നത്, മറിച്ച് ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് മേൽ വലിയൊരു ചോദ്യചിഹ്നം ഉയരുകയാണ്. മുഹമ്മദ് യൂനസിന്റെ വിടവാങ്ങൽ പ്രസംഗം ഇപ്പോൾ ഡൽഹിയിലെ നയതന്ത്ര ലോകത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ 18 മാസത്തെ ഇടക്കാല ഭരണത്തിന് ശേഷം നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ് പടിയിറങ്ങുകയാണ്. ഇന്നലെ, അതായത് 2026 ഫെബ്രുവരി 17 താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പക്ഷേ അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുൻപ് മുഹമ്മദ് യൂനസ് നടത്തിയ പ്രസംഗം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു റെഡ് അലേർട്ടാണ്. അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഇന്ത്യയുടെ പേര് പറയാതെ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ, അതായത് 7 സിസ്റ്റേഴ്സിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പരിശോധിക്കാം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP നേതാവ് താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു തലേന്നാണ് യൂനസ് ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. യൂനസ് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞത് ഇതാണ്: ബംഗ്ലാദേശിന്റെ തുറമുഖങ്ങൾ വെറും ഒരു ബോർഡർ അല്ല, അത് ലോക വിപണിയിലേക്കുള്ള വാതിലാണ്. നേപ്പാളിനും ഭൂട്ടാനും 7 സിസ്റ്റേഴ്സിനും വലിയ സാമ്പത്തിക സാധ്യതകൾ ബംഗ്ലാദേശ് നൽകും. ബംഗ്ലാദേശിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ദക്ഷിണേഷ്യയിലെ വ്യാപാര പാതകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗാൾ ഉൾക്കടലിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശന കവാടം കേവലം ഒരു അതിർത്തിയല്ല എന്നും അത് ആഗോള വിപണിയിലേക്കുള്ള വലിയൊരു വാതിലാണെന്നും യൂനസ് തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക സാധ്യതകളെ നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം സങ്കീർണമായ പല അർത്ഥതലങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. സാധാരണ ഇത്തരം പ്രാദേശിക സഹകരണ ചർച്ചകളിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി പരാമർശിക്കാറുണ്ട്. എന്നാൽ യൂനസിന്റെ പ്രസംഗത്തിൽ ഉടനീളം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേര് ബോധപൂർവം ഒഴിവാക്കി 7 സിസ്റ്റേഴ്സ് എന്ന് മാത്രം പ്രയോഗിച്ചത് ഒരു കൃത്യമായ തന്ത്രപരമായ നീക്കമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾ കരുതുന്നു. യൂനസിന്റെ ശൈലിയൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇക്കണോമിക് കോർപ്പറേഷനായി തോന്നാം, പക്ഷേ ഇതിലൊരു വലിയ ചതിയുണ്ട്. ഇന്ത്യ എന്ന രാജ്യം നിലവിലില്ലാത്ത പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഭാഗമായി കാണുന്നതിന് പകരം നേപ്പാളും ഭൂട്ടാനും പോലെ ഒരു പ്രത്യേക എൻറ്റിറ്റിയായി അദ്ദേഹം ചിത്രീകരിച്ചു. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇതിനു മുൻപും ചൈന സന്ദർശന വേളയിൽ അദ്ദേഹം 7 സിസ്റ്റേഴ്സിനെ ലാൻഡ് ലോക്ഡ് എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ വിഘടനവാദത്തിന് വളമിടാനുള്ള ഒരു ഡിപ്ലോമാറ്റിക് മൂവാണിതെന്ന് നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുമായി ബംഗ്ലാദേശ് പുലർത്തിയിരുന്ന ഒരു സുദൃഢമായ ബന്ധം ഇപ്പോൾ പാടെ തകർന്നിരിക്കുകയാണ്. 2024 ഓഗസ്റ്റിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നതും അവർ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചതും പുതിയ ബംഗ്ലാദേശ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഹസീനയുടെ ഭരണത്തെ ഒരു രാക്ഷസന്റെ പിടി എന്നാണ് യൂനസ് വിശേഷിപ്പിച്ചത്. ആ ഭരണത്തിൽ നിന്ന് രാജ്യം മോചിപ്പിക്കപ്പെട്ടതിനെ വലിയൊരു വിമോചനമായി അദ്ദേഹം കാണുന്നു. എന്നാൽ ഈ മാറ്റം കേവലം ആഭ്യന്തരമല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥ, ബാലൻസിനെ അട്ടിമറിക്കുന്ന ഒന്നായി മാറുകയാണ്. താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള BNP സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ
പാകിസ്ഥാനോടും ചൈനയോടും കൂടുതൽ അടുക്കുന്ന ഒരു വിദേശ നയമായിരിക്കും ബംഗ്ലാദേശ് സ്വീകരിക്കുക എന്ന സൂചനകൾ ശക്തമാണ്. ഇനി 7 സിസ്റ്റേഴ്സിലേക്ക് തിരികെ വരുമ്പോൾ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമാണ്. ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാന ഗതാഗത പാതകൾ ബംഗ്ലാദേശിന് തൊട്ടടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം ഈ മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കും. നേപ്പാളിനെയും ഭൂട്ടാനെയും ഈ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കുന്നതിലൂടെ ഇന്ത്യയുടെ സ്വാധീന വലയത്തിന് പുറത്തുള്ള ഒരു പ്രാദേശിക കൂട്ടായ്മ രൂപീകരിക്കാനാണ് യൂനിസ് ലക്ഷ്യമിട്ടത് എന്ന് ചുരുക്കം. ഇത് ഇന്ത്യയെ വടക്കു കിഴക്കൻ മേഖലയിൽ ഒറ്റപ്പെടുത്താനുള്ള വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി താരിഖ് റഹ്മാനിലേക്ക് വരാം. നീണ്ട 17 വർഷത്തെ ലണ്ടൻ ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. BNP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് ഇന്ത്യക്ക് എന്നും തലവേദനയാണ്. ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പേടിപ്പെടുത്തുന്ന ചില സത്യങ്ങളാണ്. 2001-2006 കാലഘട്ടത്തിൽ BNP അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദി ഗ്രൂപ്പുകൾക്ക് ബംഗ്ലാദേശ് മണ്ണ് ഒരു സുരക്ഷിത താവളമായി മാറിയിരുന്നു. നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഉൽഫ പോലുള്ള ഗ്രൂപ്പുകൾക്ക് അവിടെ അഭയസ്ഥാനവും ആയുധ പരിശീലനത്തിനുള്ള സൗകര്യങ്ങളും ലഭിച്ചു എന്നതൊരു പരസ്യമായ രഹസ്യമായിരുന്നു. ഇന്ന് മുഹമ്മദ് യൂനിസും താരിഖ് റഹ്മാനും വീണ്ടും കൈകോർക്കുമ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തികൾ വീണ്ടും അശാന്തമാകുമോ എന്ന ഭീതിയിലാണ് പ്രതിരോധ വിദഗ്ധർ. ഡൽഹിയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നതും ഈ ഒരു സേഫ് ഹാവൻ ഫാക്ടർ തന്നെയാണ്. ഇനി യൂനിസ് തന്റെ പ്രസംഗത്തിൽ ചൈനയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. തീസ്ത നദി പദ്ധതി ചൈനയെ ഏൽപ്പിക്കാനുള്ള നീക്കം ഇന്ത്യയുടെ ചിക്കൻ സ്നെക്ക് ഇടനാഴിക്ക് വലിയ ഭീഷണിയാണ്. പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ താരിഖ് റഹ്മാന്റെ നിലപാട് എന്തായിരിക്കും? നമ്മുടെ 7 സിസ്റ്റേഴ്സിനെ ഇന്ത്യയുടെ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്നത് വെറും 22 കിലോമീറ്റർ വീതിയുള്ള സിലിഗുരി ഇടനാഴിയാണ്. ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാർ വന്നാൽ ഈ ഇടനാഴിയെ സമ്മർദ്ദത്തിലാക്കാൻ അവർക്ക് സാധിക്കും. യൂനിസ് പറഞ്ഞതുപോലെ 7 സിസ്റ്റേഴ്സിനെ ബംഗ്ലാദേശുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ അനുവാദമില്ലാതെ സാധ്യമല്ല. പക്ഷെ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഇന്ത്യക്കെതിരെ വികാരമുണ്ടാകാൻ ഇത്തരം പ്രസംഗങ്ങൾ സഹായിക്കും. ബംഗ്ലാദേശ് ഇസ് നോ ലോങ്ങർ സബ്മിസീവ് എന്ന് യൂനിസ് പറയുമ്പോൾ അത് നേരിട്ട് ഇന്ത്യയിലേക്കുള്ള ഒരു വെല്ലുവിളിയാണ്. ഇന്ത്യ ഇതിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഹസീന സർക്കാർ നൽകിയിരുന്ന ട്രാൻസിറ്റ് സൗകര്യങ്ങൾ റദ്ദാക്കുമോ എന്ന പേടി ഇപ്പോൾ ധാക്കയിലുണ്ട്. ഇന്ത്യൻ പ്രതിനിധിയായി ഓം ബിർള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു എന്നത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഡിപ്ലോമസിയാണ്. താരിഖ് റഹ്മാനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പകപോക്കൽ ഒഴിവാക്കി ഒരു നല്ല അയൽക്കാരനായി തുടരാൻ റഹ്മാൻ തയ്യാറാകുമോ അതോ യൂനിസ് വിതച്ച ഇന്ത്യ വിരുദ്ധ വിഷം അദ്ദേഹം വിളവെടുക്കുമോ എന്ന് കണ്ടറിയണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരും നാളുകൾ വലിയ നയതന്ത്ര വെല്ലുവിളികളുടേതാണ്. ബംഗ്ലാദേശുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ, നദീജല കരാറുകൾ, കുടിയേറ്റ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ സുരക്ഷാപരമായ ഭീഷണികളും ഉയർന്നു വന്നിരിക്കുന്നു. ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ വിഘടനവാദികൾക്ക് താവളമൊരുക്കിയാൽ അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീണ്ടും അശാന്തി പടരാൻ കാരണമാകും. 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യക്ക് ഇന്ന് അതേ രാജ്യം തന്നെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് കാണേണ്ടി വരുന്നത് ചരിത്രപരമായ ഒരു വൈരുദ്ധ്യമാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ കേവലം ആ രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മുഴുവൻ ദക്ഷിണേഷ്യയുടെയും സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. യൂനിസ് വിതച്ച ഈ രാഷ്ട്രീയ വിത്തുകൾ താരിഖ് റഹ്മാന്റെ ഭരണകാലത്ത് എത്തരത്തിൽ വളരുമെന്നത് ഇന്ത്യ അതീവ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. അതിർത്തികൾക്കപ്പുറമുള്ള സൗഹൃദം നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും സ്വന്തം രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ബംഗ്ലാദേശിലെ ഈ ഒരു മാറ്റം വെറും ഒരു ഭരണമാറ്റമല്ല, അത് ഭാരതത്തിന്റെ സുരക്ഷാ ഭൂപടത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. മുഹമ്മദ് യൂനിസ് വിടവാങ്ങിയെങ്കിലും അദ്ദേഹം കൊളുത്തിവെച്ച ഈ വിവാദ തീ വരും നാളുകളിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ദഹിപ്പിക്കുമോ? വരും മാസങ്ങളിൽ ഡൽഹിയും ധാക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് വീണ്ടും ആശങ്കാജനകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. പലസ്തീൻ ഭൂമിക്ക് മേൽ ഇസ്രായേൽ തങ്ങളുടെ പിടിമുറുക്കുന്ന പുതിയൊരു തന്ത്രത്തെക്കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ലാൻഡ് രജിസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു അധിനിവേശ രാഷ്ട്രീയമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെല്ലാം തകിടം മറിക്കുന്ന ഒരു പ്രധാന നീക്കം ഇസ്രായേൽ ഗവൺമെന്റ് നടത്തിയിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ നിർത്തിവെച്ചിരുന്ന ലാൻഡ് രജിസ്ട്രേഷൻ അഥവാ ഭൂമി സർവേയും രജിസ്ട്രേഷനും വീണ്ടും തുടങ്ങാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതെന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചോദിച്ചാൽ ഇത് വെറും ഒരു ഓഫീസ് ജോലിയല്ല, മറിച്ച് പലസ്തീനികളുടെ മണ്ണിൽ ഇസ്രായേലിന്റെ അധികാരം ഉറപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിക് മൂവാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ലാൻഡ് രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാർ രേഖകളിൽ കൃത്യമായി ചേർക്കുന്ന ഒരു പ്രക്രിയയാണിത്. പക്ഷേ വെസ്റ്റ് ബാങ്കിൽ ഇതൊരു വലിയ ട്രാപ്പാണ്.
ജോർദന്റെ ഭരണത്തിന് കീഴിലായിരുന്ന കാലത്ത് തുടങ്ങിയ ഈ രജിസ്ട്രേഷൻ 1967 യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് പെട്ടെന്ന് പുനരാരംഭിക്കാൻ കാരണം മറ്റൊന്നുമല്ല, വെസ്റ്റ് ബാങ്കിലെ ഭൂരിഭാഗം പലസ്തീനുകളുടെയും കയ്യിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഫോർമൽ ആയിട്ടുള്ള ഡീഡ്സ് അഥവാ ആധാരങ്ങളൊന്നും ഇല്ല. തലമുറകളായി അവർ അവിടെ കൃഷി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഔദ്യോഗിക രേഖകൾ കുറവാണ്. ഇത് മുതലെടുത്ത് രേഖകളില്ലാത്ത ഭൂമിയെല്ലാം സ്റ്റേറ്റ് ലാൻഡ്, അതായത് സർക്കാർ ഭൂമിയായി പ്രഖ്യാപിക്കാൻ ഇസ്രായേലിന് സാധിക്കും. ഒരിക്കൽ സർക്കാർ ഭൂമിയായി മാറിക്കഴിഞ്ഞാൽ അവിടെ ഇസ്രായേലി സെറ്റിൽമെന്റുകൾ പണിയാൻ അവർക്ക് എളുപ്പമാകും. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ലോകം പറയുമ്പോഴും ഇസ്രായേൽ ഇത് തുടരുകയാണ്. രേഖകൾ ഹാജരാക്കാൻ പലസ്തീനുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പല പഴയ രേഖകളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെയോ ജോർദൻ ഭരണകൂടത്തിന്റെയോ കാലത്തുള്ളതാണ്. അവ കണ്ടെത്തുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ്. ഇസ്രായേൽ കോടതികളിൽ അവർക്ക് നീതി ലഭിക്കാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാകേണ്ടി വരുന്ന ഒരു ജനതയുടെ രോദനമാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ കേൾക്കുന്നത്. ഇനി നമുക്ക് ആസ്ട്രോ അവാനി നൽകുന്ന ഡേറ്റ പ്രകാരം വെസ്റ്റ് ബാങ്ക് എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. 1993 ഓസ്ലോ കരാർ പ്രകാരം വെസ്റ്റ് ബാങ്കിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഏരിയ എ ആണ്. ഇവിടെ പലസ്തീൻ അതോറിറ്റിക്കാണ് സിവിൽ സെക്യൂരിറ്റി അധികാരമുള്ളത്. ഏകദേശം 18% ഭൂമി മാത്രമാണിത്. ഇനി രണ്ടാമതായിട്ട് ഏരിയ ബി ആണ്. ഇവിടെ സിവിൽ അധികാരം പലസ്തീനും സെക്യൂരിറ്റി കൺട്രോൾ ഇസ്രായേലിനുമാണ്. ഇത് 22% വരും. ഇനി മൂന്നാമതായിട്ട് ഏരിയ സി. ഇതാണ് ഏറ്റവും നിർണായകം. വെസ്റ്റ് ബാങ്കിന്റെ 60% ഏരിയ സിയിലാണുള്ളത്. ഇവിടെ സിവിൽ കാര്യങ്ങളും സെക്യൂരിറ്റിയും പൂർണ്ണമായും ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇപ്പോൾ ഇസ്രായേൽ തുടങ്ങാൻ പോകുന്ന ലാൻഡ് രജിസ്ട്രേഷൻ ഈ പറയുന്ന ഏരിയ സിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് ഫലത്തിൽ വെസ്റ്റ് ബാങ്കിന്റെ പകുതിയിലധികം ഭൂമി പലസ്തീനുകൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ നീക്കം മൂലം പലസ്തീനുകൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ ഭീകരമാണ്. ഒന്ന്, പുതിയ വീടുകൾ പണിയാനോ കൃഷി ചെയ്യാനോ അവർക്ക് പെർമിറ്റ് കിട്ടില്ല. രണ്ടാമതായി, ഇപ്പോൾ താമസിക്കുന്ന വീടുകളിൽ നിന്ന് അവരെ എപ്പോൾ വേണമെങ്കിലും ഒഴിപ്പിക്കാം. ഇത് വെറും ഒരു സാങ്കേതിക വിദ്യയല്ല, മറിച്ചൊരു അനക്സേഷൻ അഥവാ പിടിച്ചെടുക്കൽ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഈ നീക്കത്തെ വലിയ വിജയമായിട്ടാണ് കാണുന്നത്. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന സമാധാന ചർച്ച ഇനി ഒരിക്കലും നടക്കരുത് എന്ന് ഉറപ്പാക്കുകയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. വെസ്റ്റ് ബാങ്കിനെ കഷ്ണങ്ങളായി മുറിക്കുന്നതിലൂടെ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന സ്വപ്നം എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്കയിലാണ്. UN ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനികളുടെ സ്വത്തവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. എന്നാൽ സുരക്ഷ എന്ന ഒരൊറ്റ കാരണത്തിലാണ് ഇസ്രായേൽ ഈ നടപടികളെ ന്യായീകരിക്കുന്നത്. ഒരു വശത്ത് യുദ്ധം നടക്കുമ്പോൾ മറുവശത്ത് ഇത്തരം ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെ ഭൂമി സ്വന്തമാക്കുന്നത് ഇസ്രായേലിന്റെ തന്ത്രപരമായ വിജയമായി അവർ കാണുന്നു. വെസ്റ്റ് ബാങ്കിലെ മണ്ണ് മാറുകയാണ്, അവിടുത്തെ നിയമങ്ങൾ മാറുകയാണ്. രേഖകളില്ലാത്ത ജനതയുടെ മണ്ണ് നിയമത്തിന്റെ മറവിൽ പിടിച്ചെടുക്കപ്പെടുമ്പോൾ അത് മറ്റൊരു വലിയ സംഘർഷത്തിന് കാരണമാകുമോ എന്ന് കണ്ടറിയണം. ഇസ്രായേലിന്റെ ഈ ലാൻഡ് രജിസ്ട്രേഷൻ പദ്ധതി പലസ്തീൻ ജനതയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വാർത്ത. 2026 ഏറ്റവും ഗൗരവകരമായ ഒരു അന്താരാഷ്ട്ര വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ആഗോള ഭൗമ രാഷ്ട്രീയത്തെയും പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും കരുത്ത് കാട്ടിയിരിക്കുകയാണ്. കേവലം ഒരു സൈനികാഭ്യാസത്തിനപ്പുറം ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് തങ്ങളുടെ കയ്യിലാണെന്ന ശക്തമായ താക്കീതാണ് ഇറാൻ നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. കഴിഞ്ഞ ദിവസം, അതായത് 2026 ഫെബ്രുവരി 17 ഇറാൻ ഈ കടലിടുക്ക് ഭാഗികമായി അടച്ചിടുകയും വൻതോതിലുള്ള സൈനികാഭ്യാസം നടത്തുകയും ചെയ്തു. ജനീവയിൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാന്റെ ഈ ഷോ ഓഫ് ഫോഴ്സ്. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. ആദ്യമായി എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ ജലപാത ഇത്ര പ്രധാനമാകുന്നത് എന്ന് നോക്കാം. പെർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാതയ്ക്ക് കഷ്ടിച്ച് 33 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. പക്ഷേ ഈ ഇടുങ്ങിയ പാതയ്ക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റാൻ ശേഷിയുണ്ട്. ലോകത്ത് കടൽ മാർഗം നീങ്ങുന്ന അസംസ്കൃത എണ്ണയുടെ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20% ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അടുത്തിടെ ഇറാൻ ഈ പ്രദേശം ഭാഗികമായി അടച്ചുപൂട്ടുകയും അവിടെ വൻതോതിലുള്ള സൈനികാഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിതെളിച്ചത്. ആഗോള എണ്ണ വിപണിയെയും നയതന്ത്ര ചർച്ചകളെയും ഒരുപോലെ ബാധിക്കുന്ന ഈ നീക്കത്തിന് പിന്നിലെ കാരണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ലോകം എത്രത്തോളം സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ്. സൗദി അറേബ്യ, ഇറാൻ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ലോക വിപണിയിൽ എത്തണമെങ്കിൽ ഈ ഇടുങ്ങിയ വഴി കടന്നേ തീരും.
2026 പുതിയ കണക്കുകൾ പ്രകാരം പ്രതിദിനം 13 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇതുവഴി നീങ്ങുന്നത്. അതായത് ഹോർമുസ് ഒരു ദിവസം തടഞ്ഞാൽ പോലും ലോകത്തിന്റെ പല ഭാഗത്തും വൈദ്യുതി നിലയ്ക്കും ചരക്ക് നീക്കം തടസ്സപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് എന്ന് വിളിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനികാഭ്യാസത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് സ്മാർട്ട് കൺട്രോൾ ഓഫ് ദി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്നാണ്. ഡ്രോണുകൾ, ആധുനിക മിസൈലുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് എന്നിവ ഉപയോഗിച്ചാണ് ഈ അഭ്യാസം നടത്തുന്നത്. ഫെബ്രുവരി 16 തുടങ്ങിയ ഈ ഒരു നീക്കം ലോകരാജ്യങ്ങളെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ഇത് കേവലം സുരക്ഷാ പരിശോധനയാണ് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയ്ക്കുള്ള ഒരു സന്ദേശമാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് അമേരിക്ക പശ്ചിമേഷ്യയിൽ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ഫോർഡ് എന്നീ 2 വമ്പൻ വിമാനവാഹിനി കപ്പലുകൾ വിന്യസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ ഒരു നീക്കം. ഈ സൈനികാഭ്യാസം നടക്കുന്നത് ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2ാം ഘട്ട ആണവ ചർച്ചകൾക്കിടയിലാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചിയും അമേരിക്കൻ പ്രതിനിധികളും തമ്മിലുള്ള ഈ ചർച്ചകൾ അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. തങ്ങളുടെ ആണവ പദ്ധതികളിൽ നിയന്ത്രണം വേണമെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്ന് ഇറാൻ വാശി പിടിക്കുന്നു. ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ നേടിയെടുക്കാനാണ് ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടച്ച് ഇറാൻ ലോകത്തെ സമ്മർദ്ദത്തിലാക്കുന്നത്. ഞങ്ങളെ ആക്രമിച്ചാൽ എണ്ണ വിപണി ഞങ്ങൾ തകർക്കുമെന്ന ഭീഷണിയാണ് ഇതിലൂടെ ഇറാൻ മുഴക്കുന്നത്. അതായത് ഈ ചർച്ചകൾക്കിടയിൽ ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായി അടച്ച നടപടി ചർച്ചകളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു തന്ത്രമായും വിലയിരുത്തപ്പെടുന്നു. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇറാനെ സംബന്ധിച്ച് തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്നു. ആഗോള വിപണിയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കിലെ നേരിയ ചലനം പോലും ഭയാനകമാണ്. എണ്ണവിലയിലെ വർധനവ് മാത്രമല്ല, കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുതിച്ചുയരുന്നതിനും ചരക്ക് നീക്കത്തിന്റെ ചെലവ് കൂടുന്നതിനും ഇത് കാരണമാകും. ലോകത്തിന്റെ ഒരു ഭാഗത്ത് നടക്കുന്ന ഈ ഒരു സംഘർഷം ദൂരെയുള്ള രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതത്തെ പോലും ബാധിക്കും. പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നത് വഴി നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുന്ന സാഹചര്യം ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിലെ സമാധാനം എന്നത് കേവലം ഇറാൻ അമേരിക്ക പ്രശ്നമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ ആവശ്യമാണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഇത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഏകദേശം 40% കടന്നു പോകുന്നത് ഹോർമുസ് വഴിയാണ്. കടലിടുക്കിൽ ചെറിയൊരു സംഘർഷമുണ്ടായാൽ പോലും ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില കുതിച്ചുയരും. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. കൂടാതെ ഖത്തറിൽ നിന്നുള്ള LNG വിതരണത്തെയും ഇത് കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ചർച്ചകൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ചരിത്രപരമായി നോക്കിയാൽ പുരാതന കാലം മുതൽക്കേ ചൈനയിൽ നിന്നുള്ള പട്ടുകളും മറ്റു വിഭവങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചിരുന്ന സുപ്രധാനമായ ഒരു വ്യാപാര പാതയാണിത്. അന്ന് സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം ഇന്ന് ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരാകേന്ദ്രമാണ്. ഇനി ഇറാൻ ഈ പ്രദേശം പൂർണ്ണമായും അടച്ചിടുമെന്ന് കരുതാൻ പ്രയാസമാണ്. കാരണം അത് ഇറാനെ തന്നെ സാമ്പത്തികമായി കൂടുതൽ തളർത്തും. എങ്കിലും തങ്ങളെ ആക്രമിച്ചാൽ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു താക്കീതായി ഈ താൽക്കാലിക നടപടിയെ കാണാം. ഏതായാലും വരും ദിവസങ്ങളിൽ ജനീവയിലെ ചർച്ചകൾ എത്രത്തോളം വിജയകരമാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഹോർമുസ് കടലിടുക്കിലെ സമാധാനം. സൈനിക ബലത്തെക്കാൾ ഉപരിയായി നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ മാത്രമേ ഈ മേഖലയിലെ പിരിമുറുക്കം കുറയ്ക്കാൻ സാധിക്കൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് ഒരു പ്രഷർ പോയിന്റ് ആയിട്ടാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധഭീതി നിലനിർത്തുന്നത് ഇറാന്റെ തന്ത്രമാണ്. വരും ദിവസങ്ങളിൽ ജനീവയിലെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ ഹോർമുസിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു യുദ്ധത്തിനല്ല, മറിച്ച് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമാധാനപരമായ പരിഹാരത്തിനാണ്. ഈ വാർത്തകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: വെല്ലുവിളികൾ എത്ര വലുതാണെങ്കിലും കൃത്യമായ നയതന്ത്രവും സാങ്കേതികമായ സ്വയം പര്യാപ്തതയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ ഭാരതത്തിന് സാധിക്കും, ആർക്കും സാധിക്കും. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ കരുതലോടെ നിരീക്ഷിക്കുമ്പോഴും പ്രതിരോധ വ്യോമയാന മേഖലകളിൽ ആഗോള ശക്തികളുമായി കൈകോർത്ത് മുന്നേറുന്ന ഇന്ത്യ ഒരു പുതിയ വിശ്വഗുരുവായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സംഘർഷങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടയിൽ സമാധാനത്തിന്റെയും പുരോഗതിയുടെയും പാത കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ. ഓർക്കുക, കരുത്തുറ്റൊരു രാജ്യം എന്നത് കേവലം അതിർത്തികളല്ല, മറിച്ച് മാറുന്ന ലോകത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള ആത്മവിശ്വാസം കൂടിയാണ്. എപ്പോഴും വിജ്ഞാനത്തിനൊപ്പം സഞ്ചരിക്കുക. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.